ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫാമിലി നൈറ്റിൻ്റെ വിശേഷങ്ങളായല്ലോ. ഇപ്രാവശ്യം അവരുടെ തീം ഒരു മോളിവുഡ് മൂവിയുടെ ക്യാരക്ടേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയയുടെ മോള് പാറക്കുട്ടി ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഫാഷൻ ഷോയ്ക്ക്. അപ്പോൾ പാറക്കുട്ടി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് ഓർമ്മ വരുന്നുണ്ടോ? അറിയാതുള്ളൊരു കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഞാൻ പറയില്ല ഏത് ക്യാരക്ടറാണെന്ന്, അപ്പം നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. ഇത് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ മോളാണ്. പുള്ളിക്കാരി ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. അത് ഏത് മൂവിയിലെ കോസ്റ്റ്യൂമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫോട്ടോ എല്ലാം എടുക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. ഇതൊക്കെ കോസ്റ്റ്യൂംസ്. കുട്ടികളും എല്ലാവരും ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുക പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചായയും സ്നാക്സും എല്ലാം കഴിച്ചിട്ട് നേരെ സ്റ്റേജിൽ നേരെ ഹാളിലേക്ക് കയറി പ്രോഗ്രാംസ് എല്ലാം കാണാനായിട്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ബാക്ക് സ്റ്റേജിലൊക്കെ പോയി നിന്നായിരുന്നു. കുട്ടികളുടെ മേക്കപ്പും എല്ലാം കാണാനായിട്ട് ബാക്ക് സ്റ്റേജിലോട്ടൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും പ്രാക്ടീസിൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ നാഗവല്ലി ഇതാ നിൽക്കുന്നു. നമ്മുടെ സേതുരാമയ്യർ അടുത്ത് നിൽക്കുന്നു കേട്ടോ. തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ. പിന്നെ നാടോടി കാറ്റിലെ ദാസിനും വിജയനുണ്ട്. ഇതാരെന്നൊന്ന് പറയണേ. ഈ കോസ്റ്റ്യൂം ഇത് എൻ്റെ ഫ്രണ്ട് ഷൈനിയുടെ മോളാണ്. പുള്ളിക്കാരി ഒരു ക്യാരക്ടർ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ക്യാരക്ടറാണെന്നൊന്ന് പറയണേ. അപ്പം നമ്മുടെ പാറക്കുട്ടി പ്രാക്ടീസൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളെ പവനായി നിൽപ്പുണ്ട്, റാംജിറാവ് സ്പീക്കിങ്ങിലെ ആൾക്കാർ നിൽപ്പുണ്ട്, യൂഡി. അപ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാൻ്റെ ക്യാരക്ടേഴ്സ്. ഇത് കിലുക്കം മൂവിയിലെ രേവതിയുടെ ക്യാരക്ടർ കേട്ടോ. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്ത് ദാസനും വിജയനും. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു എല്ലാവരും. കോസ്റ്റ്യൂം ആയാലും ശരിയെല്ലാം നല്ല ഏകദേശമൊക്കെ അതുപോലെയൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും. ഇത് നമ്മുടെ യശ്വന്ത് സഹായ്, സന്ദേശം മൂവിയിലെ യശ്വന്ത് സഹായ് ഇന്നസെൻ്റ്. ഇത് പറക്കന്തളികയിലെ ദിലീപും ഹരിശ്രേഷറും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, റാംജിറാവ് സ്പീക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും ഈ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. செம்பூவே பூவே உன்மேகம் நான் வந்தால் ஒரு வழியுண்டோ, தங்கு திங்கள் எற்றில் பொட்டும் இட்டு வெண்ணிலாவின் கண்ணம் தொட்டு நெஞ்சிலாடும் சுவாசச்சூட்டில் காதல் குற்றாலம், തേൻകിനിയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ, തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே, நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே, ஆலோலம் கிளிமுத்தேவா ஆதிரரா, தங்கு திங்கள் எற்றில் பொட்டும் இட்டு வெண்ணிலாவின் கண்ணம் தொட்டு நெஞ்சிலாடும் சுவாசச்சூட்டில் காதல் குற்றாலம்.
അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഫാഷൻ ഷോ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസിൻ്റെ പെർഫോമൻസും പിന്നെ സോളോ സോങ്, അങ്ങനത്തെ ഡ്യുവറ്റ് സോങ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു 3 മണിക്കൂറോളം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആലോലം കിളിമുത്തേവാ 90s എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ശ്വാസച്ചൂട്ടിൽ കാതൽ കുற்றாലം തിക്കിനിയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே ஆலோலம் കിളിമുത്തേവാ. അപ്പോൾ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങിന് സ്നാക്സ്, കുട്ടികൾക്കുള്ള സ്നാക്സ് എല്ലാം വാങ്ങാനായിട്ട് വാൾമാർട്ടിലൊന്ന് കയറിയായിരുന്നേ. അങ്ങനെ സ്നാക്സ് എല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ അതുവരെ ബൈ ഫ്രം മഞ്ജു.